Hey guys, welcome back to our channel. So welcome back to another ഒരു മൂവി റിവ്യൂ ആണ്. സുഹൃത്തുക്കളെ ഗാട്ടാ കുസ്തി 2 വിഷ്ണു വിശാൽ ഐശ്വര്യലക്ഷ്മി നായകനായിട്ട് വരുന്ന പുതിയൊരു പടമാണ്. ഇതിന്റെ ഫസ്റ്റ് പാർട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സോ ഇത് സെക്കൻഡ് പാർട്ടാണ്. ചെല്ലായ്യാവാണ് പടം റൈറ്റ് ചെയ്തും ഡയറക്റ്റ് ചെയ്തും കൊണ്ടുവന്നിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ടും പുള്ളി തന്നെയാണ് ചെയ്തിരുന്നത്. സോ യെസ്, ഫസ്റ്റ് പാർട്ട് കണ്ടവർക്ക് ഇത് എന്താണ് ഏതാണ് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ അറിയാം. ഫസ്റ്റ് അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരി, അതായത് വൈഫ് ഒരു ഗുസ്തിക്കാരിയാണ് എന്ന് അറിയാതെ കല്യാണം കഴിക്കുന്നു. തന്നെ ഒരു ഇന്റർവൽ ബ്ലോക്ക് ഒക്കെ എത്തുമ്പോഴത്തേക്ക് പുള്ളിക്കാരി ഗുസ്തിക്കാരിയാണെന്ന് അറിയുകയും പിന്നെ അത് കഴിഞ്ഞുണ്ടാകുന്ന കുറച്ച് സാധനങ്ങളും ചെറിയ ഫാമിലി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്ന ഒരു ഫസ്റ്റ് പാർട്ടായിരുന്നു. സെക്കൻഡ് പാർട്ടിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരത്തി ഗാട്ടാ കുസ്തിയിലെ വലിയൊരു നാഷണൽ പ്ലെയർ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വലിയ ടോപ്പ് പ്ലെയർ ആകണം എന്നുള്ള രീതിക്ക് നടക്കുന്നു. ഹസ്ബൻഡ് ഈ പറഞ്ഞതുപോലെ വീട്ടുകാര്യങ്ങളൊക്കെ നോക്കി നടക്കുന്ന ഒരാൾ. ദെൻ അവർക്ക് ഇടയ്ക്ക് ഉണ്ടാകുന്ന ചില ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ കാണിച്ചു തരുന്ന ഒരു പടമാണ്. കമ്പാരിറ്റീവ്ലി ഫസ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഇങ്ങനെ നിൽക്കും, സെക്കൻഡ് ഇങ്ങനെ നിൽക്കും. ആ ഒരു ടൈപ്പാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. പിന്നെ അത് മാത്രമല്ല, ഇവർക്ക് ഇതിനകത്തൊരു കുട്ടിയുണ്ട്. കുട്ടിയുടെ പെർഫോമൻസ് നൈസാണ്. കുട്ടിയുടെ പേര് നോക്കിയിട്ട് കിട്ടുന്നില്ല. എനിവേ ഐ എം സോറി. സോ കുട്ടി പെർഫോമൻസ് നല്ല രസമാണ്. പിന്നെ ക്യാമിയോസ് ഉണ്ട്. വേണമെങ്കിൽ പറയാം, രമ്യ കൃഷ്ണനും പിന്നെ യോഗി ബാബു ആണ് ഇതിന്റെ ക്യാമിയോസ് ആയിട്ട് വരുന്നത്. വലിയ കാര്യമൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ ഓപ്പൺലി പറഞ്ഞത്. സോ എല്ലാവരും കൂടെ വന്ന് ഇങ്ങനെ നൈസായിട്ട് പോകുന്ന ഒരു പടമാണ്. ഒരു വൺ ടൈം വാച്ചബിൾ ആവറേജ് എക്സ്പീരിയൻസ്. കറന്റ് ഒരു ആവറേജ് എക്സ്പീരിയൻസ്. ആവറേജ് എക്സ്പീരിയൻസ് അത്രേ ഉള്ളൂ. എനിക്ക് ഗാട്ടാ കുസ്തി 2 കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഫസ്റ്റ് ആണ് കുറച്ചും കൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എന്താ പറയുക, ഞാൻ ഈ പറഞ്ഞ പോലെ ഗുസ്തിക്കാരിയാണ് എന്ന് അറിയാണ്ടുള്ള ആ ഒരു കല്യാണം, തന്നെ അത് കഴിഞ്ഞ് ഇന്റർവൽ ബ്ലോക്കൊക്കെ എത്തുമ്പോഴത്തേക്ക് കുറേ ഗുണ്ടകളൊക്കെ അടിക്കാൻ വരുമ്പോഴത്തേക്ക് വൈഫ് അവിടെ ഹസ്ബൻഡിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ചധികം ഫൈറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് പുള്ളിക്കാരൻ്റെ ആ ഒരു ഞെട്ടലും എക്സ്പ്രഷനും, അതായത് ചെറിയ പ്ലോട്ടിൽ തുടങ്ങി പിന്നെ വലിയ പ്ലോട്ടിലേക്ക് പോകുന്ന ഒരു പടമായിട്ടാണ് ഫസ്റ്റ് വന്നത്. സോ ഈ സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് വലിയ പ്ലോട്ടിൽ തന്നെ തുടങ്ങിയിട്ട് ചെറിയ പ്ലോട്ടിലേക്ക് പോകുക. ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി ലാസ്റ്റ് ഗുസ്തി കാര്യങ്ങൾ അങ്ങനെ 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 പോകുന്ന സാധനങ്ങൾ. ലാസ്റ്റ് ക്ലൈമാക്സ് ഒക്കെ കൊള്ളാം, രസമാണ്, കണ്ടിരിക്കാം. ഇവർക്കിടയ്ക്കുള്ള കുറച്ച് ഈഗോ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇവർക്കിടയ്ക്ക് ഉണ്ടാകുന്ന കുറച്ചധികം വഴക്കുകളും കാര്യങ്ങളും അത് പിന്നെ ഒരു ഗുസ്തിയിലേക്ക് മാറുന്നതും അങ്ങനെ 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 പോകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് ഫസ്റ്റിനെക്കാട്ടിൽ കുറച്ച് ബെറ്റർ ആയിട്ട് ചിലപ്പോൾ സെക്കൻഡ് ആയിരിക്കും ഫീൽ ചെയ്യുന്നത്. എനിക്ക് എന്തായാലും ഫസ്റ്റ് ആണ് കുറച്ചധികം ബെറ്റർ ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. ഫോഴ്സ്ഫുള്ളി എടുത്ത ഒരു മൂവി ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട്. ബട്ട് എനിവേ ഐ ഡോണ്ട് നോ. അപ്പം എന്തായാലും ഒരു വൺ ഡേ വാച്ചബിൾ മൂവി കണ്ടിരിക്കാം. താല്പര്യം ഉണ്ടെങ്കിൽ 1 കണ്ടിട്ട് 2 അതേപോലെ ആയിരിക്കും എന്ന് എന്നെപ്പോലെ ഒരു പ്രതീക്ഷ നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്കും എന്നെപ്പോലെ ഒരു നിരാശ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. സോ ഒരു എക്സ്പെക്ടേഷൻ ഇല്ലാതെ പോവുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ ഇഷ്ടപ്പെടുമായിരിക്കും. എനിവേ എനിക്ക് 1 ആണ് കുറച്ചും കൂടെ ഒക്കെ ഇഷ്ടപ്പെട്ടത് എന്ന് ഞാൻ ഇപ്പോൾ കുറച്ചും കൂടെ നല്ലോണം ആഞ്ഞ് പറയുന്നുണ്ട്. 2 ഈസ് ആൻ ആവറേജ് മൂവി. ദാറ്റ്സ് ഇറ്റ്. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ.